ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ആശ്രമത്തിന് എഴുതി കൊടുത്തെന്ന് പറയുമ്പോൾ സാധാരണ ആശ്രമത്തിന് എന്ന് പറയുമ്പോൾ ഗുരു പറഞ്ഞിട്ടുള്ളത് ജനറൽ സെക്രട്ടറിയുടെ പേരിലാണല്ലോ സാധാരണ എല്ലാം എഴുതി കൊടുക്കാറ്. അപ്പോ ഗുരു പ്രത്യേകിച്ച് പറഞ്ഞിരുന്നോ? അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് ഞാൻ പറയാം. എന്ന് വെച്ചാൽ അങ്ങനെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ഗുരു നമ്മൾ അപ്പൂപ്പൻ്റെ 41-ന് എന്നുവെച്ചാൽ അപ്പൂപ്പൻ മരിച്ചതിൻ്റെ 41 നമ്മുടെ ഒരു ചടങ്ങുണ്ടല്ലോ, 41-ന്റെ ഒരു പിന്നെ ഗുരുപൂജ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ അച്ഛനും പിന്നെ അച്ഛൻ്റെ അനിയന്മാരും ചേട്ടന്മാരും പിന്നെ കുടുംബാംഗങ്ങളെല്ലാമാണ് വന്നത്. ഗുരുവിൻ്റെ അമ്മയുടെ അനിയത്തിമാരുടെ മക്കളും എല്ലാവരും കൂടി വരാനാണ് പറഞ്ഞത്. വിശ്വാസത്തിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാവരും കൂടി വന്നപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഗുരു പറഞ്ഞ് എനിക്ക് ഞാൻ ജനിച്ച ജന്മഗൃഹവും ആ 10 സെൻറ്റ് സ്ഥലവും എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പം അന്ന് വരെ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെ ഇത് എഴുതുന്നതെന്ന്. അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സ്വാമി പറഞ്ഞ് ഗുരു ഇത് പറഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകണമല്ലോ. അപ്പം അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇതെല്ലാ വസ്തുക്കളും ആശ്രമ ജനറൽ സെക്രട്ടറിയുടെ പേരിലാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രകാരം 1995 പിന്നെ ഇവരൊരു പ്രമാണം എഴുതി കൊണ്ടുവന്നു. നമ്മളെല്ലാവരെയും കൊണ്ടുവന്ന് രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് നമ്മളിത് ഒപ്പിട്ട് കൊടുക്കുകയും ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി. എന്നിട്ട് ഈ പ്രമാണം ഗുരുവിന് സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുടുംബസമേതം വരികയും വന്ന് ഗുരുവിന് സമർപ്പിച്ചപ്പോൾ ഗുരു ചോദിച്ചു എഴുതിയെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ചോദിച്ചത്. അപ്പോൾ എഴുതിയെന്ന് പറഞ്ഞ് നമ്മുടെ വലിയച്ഛനാണ്, അമ്മമ്മയുണ്ട്, വലിയച്ഛനൊക്കെ കൂടിയാണ് കാർന്നൂർ സ്ഥാനത്തേക്കുള്ള വലിയച്ഛനാണ്, രാജ്യം ചിറ്റേക്കാട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഗുരുവിന് സമർപ്പിച്ചു. ഘട്ടത്തിൽ വെച്ച് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു എടുത്ത് അത് വായിക്കാൻ പറഞ്ഞപ്പോൾ ഇത് ആശ്രമ ജനറൽ സെക്രട്ടറിയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഗുരു നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ദേഷ്യപ്പെട്ടു. മനസ്സിലായോ? കാരണം ഗുരു അന്ന് പറഞ്ഞ വെച്ചാൽ നമ്മൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഇത് ഗുരുവും സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് ഇത് വായിച്ച് ഇത് കേട്ടപ്പോൾ ഗുരു പറഞ്ഞ് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ പേരിൽ ഇരുത്തരാനല്ലേ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. മനസ്സിലായി? നമുക്കിത് അറിയില്ലല്ലോ. എന്നുവെച്ചാൽ ഒന്നാമത് ഞാനൊക്കെ ചെറുതാണ്. ഞാനൊക്കെ എത്രയാണ് 90-ന്റെ അടുപ്പിച്ചുള്ളൊരു കാലഘട്ടമാണ്. 90-92 കാലഘട്ടത്തിന് അടുപ്പിച്ചാണ് ഈ അപ്പൂപ്പൻ്റെ മരണം. അത് കഴിഞ്ഞ് 95-ലാണ് ഇത്. അപ്പം നമുക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഇത് ആരുടെ പേരിൽ എഴുതണമെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ഗുരുവിന് കൊടുക്കാൻ പറഞ്ഞത് ഇപ്പം ആശ്രമത്തിൽ കൊടുത്താലും ജനറൽ സെക്രട്ടറിക്ക് കൊടുത്താലും ഗുരുവിൻ്റെ പേരിൽ എഴുതിയാലും നമുക്കെല്ലാം സമമാണെന്ന്. ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പം ഗുരു പക്ഷേ ഇങ്ങനെ അത് തീർച്ചയായിട്ടും അന്ന് പറഞ്ഞ അറിവ് വെച്ചിട്ടായിരിക്കുമല്ലോ അത് ചെയ്തത്. ജനറൽ സെക്രട്ടറിയുടെ പേരിൽ എഴുതണമെങ്കിൽ അവിടുന്ന് ആശ്രമത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. പക്ഷെ നമ്മൾക്കൊരു അബദ്ധം